ഈ വീഡിയോയിൽ സ്പോയിലറൊന്നുമില്ല, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വീഡിയോ കുറച്ച് വലുതായിരിക്കും, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പക്ഷേ സ്പോയിലർ ഇല്ലാണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഓക്കെ, തുടങ്ങാം. ചെറിയ തൊണ്ടവേന പ്രശ്നമുണ്ട്, ഇപ്പോൾ ഒന്ന് മാപ്പാക്കണം, സൗണ്ട് ഇഷ്യൂസ് ഉണ്ടാവും. സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ നമ്മൾ കാണുന്നത് ഒരു 16 വയസ്സുള്ള ഒരു ചെക്കൻ ഫ്രണ്ട്സായിട്ടും ആൻഡ്മേറ്റൊക്കെ ജോലിയായിട്ടുള്ളൊരു ലൈഫ് കൊണ്ടുപോകുന്ന ഒരു ചെക്കൻ. അവന് പവേഴ്സ് കിട്ടുന്നു, സ്പൈഡർമാൻ ആവുന്നു. അപ്പം ടോണി സ്റ്റാർക്കിൻ്റെ ഹെൽപ്പോടെ ആൾ ആ ശക്തി ഉപയോഗിച്ച് വില്ലന്മാരെ ഫൈറ്റ് ചെയ്യുന്നു. പിന്നെ നോവേ ഹോമിലോട്ട് എത്തിയപ്പോൾ ആളുടെ ആ മെൻറ്റർ ടോണി സ്റ്റാർക്ക് ആളെ വിട്ട് പോകുന്നു. അതിനുശേഷം കുറച്ചുകൂടി ആൾക്ക് ഈ സ്പൈഡർമാൻ എന്ന ആ ഗ്രേറ്റ് പവർ, സ്പൈഡർമാൻ്റെ ആ ഗ്രേറ്റ് പവർ കൊണ്ടുള്ള ആ റെസ്പോൺസിബിലിറ്റി അതങ്ങനെ ഒറ്റയ്ക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നു. അതാണ് പിന്നീട് നോവേ ഹോമിൽ ഫാർ ഫ്രം ഹോമിൽ നമ്മൾ കാണുന്നത്. നോവേ ഹോം ആകുമ്പോഴത്തേക്ക് ആൾക്ക് വേണ്ടപ്പെട്ടവർ പലരും മരണപ്പെടുകയും ആൾക്ക് ജീവനോടുള്ള വേണ്ടപ്പെട്ടവർക്ക് ആളെ അറിയാത്ത, അതായത് ആളെ മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനുശേഷം ആളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, പീറ്റർ പാർക്കറിൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, പീറ്റർ പാർക്കർ എന്തായി തീർന്നു, എന്താണ് സ്പൈഡർമാൻ, അത് പറയുന്നൊരു സിനിമയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ. എന്തുകൊണ്ടും ഒരു പെർഫെക്റ്റ് സിനിമ. അതായത് കുറേ ചിരിക്കാനുള്ള മൊമെൻറ്റ്സ്, കരയാനുള്ള മൊമെൻറ്റ്സ്, കൈയടിക്കാനുള്ള കുറച്ച് മൊമെൻറ്റ്സ് എല്ലാം കൊണ്ടൊരു ഫുള്ളി പാക്ഡ് ഇമോഷണൽ റൈഡ് തന്നെയായിരുന്നു സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ. ഞാൻ ബസ് കയറി, എന്നിട്ട് സീറ്റ് ഇട്ടിരുന്നു. അപ്പം ഒരു വയസ്സായ അപ്പൂപ്പൻ അടുത്ത് വന്നു. ആൾക്ക് നിൽക്കാനൊന്നും വയ്യ. അപ്പം ഞാൻ എണീറ്റ് കൊടുത്തു, ആളിരുന്നു. കണ്ടക്ടർ എൻ്റെ അടുത്ത് വന്നു, ടിക്കറ്റ് പൈസ ചോദിച്ചു. 15 എൻ്റെ ടിക്കറ്റിൻ്റെ, എൻ്റെ വീട്ടിലോട്ട് വരണം മോഡേൺ ബസാറിലോട്ട്, മാനാഞ്ചറിൽ നിന്ന് മോഡേൺ ബസാറിലോട്ട് 15. പക്ഷേ ഞാൻ എത്ര 20 കൊടുത്തത്. അപ്പോൾ 5 ഉറുപ്പ്യ ചില്ലറ അങ്ങോട്ട് കൊടുക്കാത്തതിന്, അതായത് കണ്ടക്ടറിൻ്റെ 5 ഉറുപ്പ്യ ഇല്ല. അപ്പോൾ കണ്ടക്ടർ 5 ഉറുപ്പ്യക്ക് വേണ്ടി എന്നെ ചീത്ത പറഞ്ഞു. അവിടെ ഞാൻ ചെയ്ത നല്ല കാര്യമാണെങ്കിലും, അതായത് അപ്പൂപ്പന് സീറ്റ് കൊടുത്ത നല്ല കാര്യമാണെങ്കിലും എനിക്ക് കിട്ടിയ എഫക്റ്റ് നല്ലതല്ല, ബാഡ് ഔട്ട്കമാണ് എനിക്ക് കിട്ടിയത്. അതും വിചാരിച്ച് ഇനി അപ്പൂപ്പന് സീറ്റ് കൊടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് മോശമായിട്ട് പെരുമാറുക അല്ല. നമ്മൾ എപ്പോഴും നമ്മളായി നിൽക്കുക. നമ്മളെപ്പോഴും ബാക്കിയുള്ളവർ നമ്മളോട് മോശമായിട്ട് കാര്യം ചെയ്തു വിചാരിച്ചാൽ അവരോടും അതേപോലെ പെരുമാറണം എന്ന് ഇല്ല. നമ്മളായിട്ട് നിൽക്കുക. അതാണ് സ്പൈഡർമാൻ എന്ന ക്യാരക്ടർ എന്നും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ക്യാരക്ടറിന് അത്ര ഇഷ്ടം. നമ്മുടെ ജീവിതം, അതായത് ഈ ഏകദേശം ആവറേജ് യങ്സ്റ്റേഴ്സ് അവരുടെ ലൈഫിൽ എന്തൊക്കെ പറഞ്ഞാലും സ്പൈഡർമാൻ എന്ന ക്യാരക്ടർ കടന്നു വന്ന ആ ഒരു ഇമോഷൻസിലൂടെയൊക്കെ ഒരു സാധാരണ യുവാവ് കടന്നു പോയിട്ടുണ്ടാവും. അതാണ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ, ഈ ഒരു സൂപ്പർ ഹീറോ കഥാപാത്രത്തെ ഒരു അസാധാരണമായിട്ടുള്ളൊരു സൂപ്പർ ഹീറോ കഥാപാത്രമായി മാറ്റുന്നത്. അതായത് ഇയാളൊരു വല വിടാൻ പറ്റും, അല്ലെങ്കിൽ ബാലൻസിങ്, ഹൈ സ്ട്രെങ്ത്ത്, അതൊക്കെ അല്ലാണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ പീറ്റർ പാർക്കർ എന്നുള്ളത് നമുക്ക് പരിചയമില്ലാത്ത ഒരാളല്ല. അത് നമ്മൾ തന്നെയാണ്. അത് ബോയ്സിനറിയാം, ബോയ്സിന് മാത്രമല്ല പല ഗേൾസിനും നമ്മൾ തന്നെയാണ്. സോ ഈ സിനിമ അതാണ്. അതായത് ഈ സിനിമ കണ്ടപ്പോൾ, നോവേ ഹോം കണ്ടപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തു ബ്രാൻഡ് ന്യൂ ഡെയിലി ഉണ്ടാവുമെന്ന്. അതേപോലെ കുറേ സംഭവങ്ങൾ നടക്കുകയും ചെയ്തു. അതിനേക്കാളും മനോഹരമായിട്ടുള്ള പല സംഭവങ്ങളും നടന്നു. പിന്നെ ഈ സിനിമയിലെ ചില സംഭവങ്ങളുണ്ട്, അതായത് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി തന്നെ നടക്കണം എന്നില്ല. സിനിമയെ കുറിച്ച് പ്രതീക്ഷിച്ചല്ല, നമ്മൾ ജീവിതത്തിൽ പലതും പ്രതീക്ഷിക്കും, പക്ഷേ അതേപോലെ നടക്കണം എന്നില്ല. പക്ഷെ അപ്പോഴും നമ്മൾ അതിൽ ഡിപ്രസ്സായി നിൽക്കരുത്. അത് ഈ സിനിമ പറയുന്ന ഒരു വലിയ മെസ്സേജാണ്. അതുകൊണ്ടൊക്കെയാണ് സ്പൈഡർമാൻ ഇത്രയും ഫാൻ ബേസ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ബുക്കിംഗ് ആപ്പ് ഓർന്ന് നോക്കിയാൽ ഈ സിനിമയ്ക്ക് ഇത്ര ആൾക്കാർ കയറുന്നത്. ഗംഭീരം. ഇതുവരെയുള്ള ടോം ഹോളണ്ട് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്ലോ പേസ്ഡ് ആണ്. അതേപോലെ അതിനുള്ള കാരണങ്ങൾ ഈ സിനിമ കണ്ടങ്ങ് മനസ്സിലാവും. പിന്നെ സ്പോയിലർ കിട്ടി വിചാരിച്ചിട്ട് ഈ സിനിമ കാണാണ്ടിരിക്കുന്ന ഒരു പൊട്ടത്തിലാണ്. എന്താ വെച്ചാൽ എത്രയൊക്കെ കഥ അറിഞ്ഞാലും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഒരു ഫീലുണ്ട്. അത് വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് സ്പോയിലർ കിട്ടി, പക്ഷേ അതൊന്നും നമ്മളെ എക്സ്പീരിയൻസിനെ ബാധിക്കില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഹൾക്കണ്ണനെ കണ്ട് അടിപൊളി സീനായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു ആ ഹൾക്കിൻ്റെ ആ ഒരു കംബാക്ക് കാണാൻ വേണ്ടിയിട്ട്. അവിടെ സ്പൈഡർമാനെ ഭയങ്കര പവറാക്കി അങ്ങനെയൊന്നും ചെയ്തില്ല, ഹൾക്കിന് തന്നെ ഒരു ഡൊമിനൻസ് കൊടുത്തുള്ളത് അടിപൊളി. പിന്നെ പണീഷറാണെങ്കിലും നല്ല ഇതായിരുന്നു. പിന്നെ നമ്മളെ സാഡി സിംഗ്, ഏത് ക്യാരക്ടറാണെന്നും പറയുന്നില്ല, പക്ഷേ സാഡി സിംഗ് നല്ല
ക്യാരക്ടറായിരുന്നു. സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 അഭിനയിച്ചതിനേക്കാളും കൂടുതൽ നല്ലൊരു ആക്ടിങ്, അല്ലെങ്കിൽ കൂടുതൽ ആളെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഈ സിനിമയിലാണ്. സീസൺ 5 വെച്ച് നോക്കുമ്പോൾ സീസൺ 5 സ്ട്രേഞ്ചർ തിങ്സിനെക്കാളും നല്ല ആക്ടിങ് എനിക്കില്ല തോന്നി. അതെൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പം പിന്നെ 3D എഫക്ട്സും ഗംഭീരമായിരുന്നു. പിന്നെ പലതും പറയാനുണ്ട്. ഞാൻ അങ്ങനെ തപ്പി കളിക്കുന്നത് വെച്ചാൽ എനിക്ക് ഓൾറെഡി വയ്യ. പിന്നെ പലതും പറയാനുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു തന്നെ ഞാൻ അവിടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടൊന്നല്ല റിവ്യൂ അറിയുന്നത്. അപ്പോൾ മനസ്സിൽ വന്നെന്താ അത് പറയാണ്. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയ പല കാര്യങ്ങളും ഉണ്ടാവും ഈ സിനിമേനെ കുറിച്ച്. അപ്പം കണ്ടവരാണെങ്കിൽ കമൻറ്റിലിടാം. നിങ്ങൾക്ക് ഇഷ്ടമായ സ്പോയിലർ ഇല്ലാണ്ട് പറയാം. കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റിൽ സ്പൈഡർമാൻ്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടാം. അപ്പം പിന്നെ 3D എഫക്ട്സ് അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഞാൻ കണ്ട ARC കോർണേഷനാണ്. ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ARC കോർണേഷനാണ് കണ്ടത്. നല്ല 3D എഫക്റ്റ് തന്നെയാണ് അവിടെ കിട്ടിയത്. പിന്നെ നിങ്ങൾക്ക് നല്ല 3D എഫക്റ്റ് കിട്ടുക അപ്പോൾ 4K ലേസർ പ്രൊജക്ഷനുള്ള ശ്രീയിലും പിന്നെ ഇമാക്സ് അവിടെയാണ്. പിന്നെ ഏറ്റവും പെർഫെക്റ്റ് എക്സ്പീരിയൻസ് കിട്ടുക എപ്പിക്, അതായത് ഹൈലൈറ്റ് പാലാക്സിലെ എപ്പിക്കിലാണ്. അപ്പം ഇതാണ് കോഴിക്കോടുള്ളവർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു തിയേറ്റർ. ഇത് എനിക്ക് പറയാൻ വാക്കുകളില്ല. അമേസിങ് പറഞ്ഞാൽ റിയലി അമേസിങ്. എല്ലാവരും കണ്ടു നോക്കുക. താല്പര്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാൻ പറഞ്ഞ സ്ട്രിക്റ്റ്ലി എൻ്റെ അഭിപ്രായമാണ്. പലർക്കും പല അഭിപ്രായമായിരിക്കും. ഈസ്റ്റ് ഓർ വെസ്റ്റ്, സ്പൈഡർമാൻ ഇസ് ദ ബെസ്റ്റ്. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമല്ല, പനിയുണ്ട്. കാര്യം വിട്ടുപോയി. ഫൈറ്റ് സീക്വൻസസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൊടുത്ത ജാക്കി ചാൻ്റെ കൊറിയോഗ്രാഫി ടീം ചെയ്ത ആ ഫൈറ്റ് സീൻസ്, കുറച്ച് ഫൈറ്റ് സീൻസേ ഉള്ളൂ ഇതിൽ. നമ്മളെ ബാക്കിയുള്ള ഇതുമാതിരിയല്ല. പക്ഷെ ഉള്ള സീൻസൊക്കെ ഗംഭീരം. മീൻസ് ടോപ്പ് നോച്ച് ആക്ഷൻ കൊറിയോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. പിന്നെ സ്വിങ്ങിങ് സീൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പേഴ്സണലി 3D സീൻസൊക്കെ ബാക്കിയുള്ള സ്പൈഡർമാൻ വെച്ച് നോക്കുമ്പോൾ നല്ല ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതേ ടോം ഹോളണ്ട് സ്പൈഡർമാൻ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ഫീലായിരുന്നു എനിക്ക് നൽകിയത്. അത് ഞാൻ കണ്ട തിയേറ്ററിൻ്റെ ആണോ അറിയില്ല, എന്നാലും നല്ല ഫീലാണ് കിട്ടിയത്. സോ അത്രേ ഉള്ളൂ. ഞാൻ പറയാൻ വിട്ടുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സുഖമല്ലേ?